ആർക്കും തകർക്കാൻ കഴിയാത്ത റൂത്ത്ലെസ് വേർഷനാകാൻ 8 വഴികൾ. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഒരു പാവം പയ്യനായി ജീവിച്ച് സ്വയം നശിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അവൻ എല്ലാവർക്കും വേണ്ടി എല്ലാം ത്യജിച്ചു, എല്ലാവരോടും ക്ഷമിച്ചു. അവന്റെ പേരുപോലും ഓർക്കാത്ത ആളുകൾക്ക് വേണ്ടി അവന്റെ സ്വന്തം സമാധാനം ബലി കൊടുത്തു. 3 വർഷത്തിനു ശേഷം ഞാൻ അവനെ വീണ്ടും കണ്ടു. അവൻ പഴയ ആളായിരുന്നില്ല, അവൻ തകർന്നിരുന്നില്ല, അവൻ തികച്ചും റൂത്ത്ലെസ്സായി മാറിയിരുന്നു. അന്നവൻ എന്നോട് പറഞ്ഞൊരു വാക്ക് ഞാൻ എന്റെ ജീവിതത്തിൽ മറക്കില്ല. അവൻ പറഞ്ഞു, ലോകം മാറിയില്ല, ഞാൻ മാറി. എന്നെ തകർക്കാൻ എളുപ്പമല്ലാതായി ഞാൻ മാറി. ഈ വാചകം എന്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. കാരണം എനിക്ക് മനസ്സിലായി, അത് അവന്റെ മാത്രം കഥയല്ല, അതെന്റെ കഥയാണ്, അത് നിങ്ങളുടെയും കഥയാണ്. മറ്റുള്ളവർ നിങ്ങളെ കബളിപ്പിക്കുകയോ മുതലെടുക്കുകയോ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം തിരികെ പിടിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഞങ്ങളുടെ എക്സ്ക്ലൂസീവ് വീഡിയോ കോഴ്സായ ഡാർക്ക് സൈക്കോളജി സീക്രട്സിലേക്ക് സ്വാഗതം. മാനിപ്പുലേഷന്റെയും മൈൻഡ് കൺട്രോളിന്റെയും രഹസ്യതന്ത്രങ്ങൾ പഠിക്കുക. ആളുകളുടെ മനസ്സു വായിക്കാനും ആരും നിങ്ങളെ ചൂഷണം ചെയ്യാതിരിക്കാനും ഈ അറിവ് നിങ്ങളെ സഹായിക്കും. ശ്രദ്ധിക്കുക, ഈ അറിവ് സ്വയം പ്രതിരോധിക്കാൻ വേണ്ടി മാത്രമാണ്. സാധാരണ 3999 രൂപ വിലയുള്ള ഈ കോഴ്സും 20ലധികം ബുക്ക് സമ്മറികളുടെ ഒരു പ്ലേലിസ്റ്റും വെറും 89 രൂപയുടെ ചാനൽ മെമ്പർഷിപ്പിലൂടെ നിങ്ങൾക്കിപ്പോൾ സൗജന്യമായി ലഭിക്കുന്നു. ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഏത് മെമ്പർഷിപ്പ് ലെവലിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ആദ്യ 10 അധ്യായങ്ങൾ ഇപ്പോൾ ലഭ്യമാണ്. ബാക്കിയുള്ളവ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. ഇപ്പോൾ തന്നെ ചാനൽ മെമ്പർഷിപ്പിലുള്ള ബാക്കി 150 പേരോടൊപ്പം ചേരാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് സന്ദർശിക്കുക. ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. ഇപ്പോൾ തന്നെ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് സന്ദർശിക്കുക. 1. നന്ദിയില്ലാത്തവർക്ക് നിങ്ങളെ തന്നെ നൽകുന്നത് നിർത്തുക. നിങ്ങളുടെ ഏറ്റവും വലിയ ബലഹീനത നിങ്ങളുടെ ഹൃദയമായിരുന്നില്ല, അത് നിങ്ങൾ ആർക്ക് നൽകി എന്നതായിരുന്നു. നിങ്ങളുടെ എനർജി വലിച്ചെടുക്കുന്ന, എന്നാൽ തിരികെ ഒന്നും തരാത്ത ആളുകൾക്ക് വേണ്ടി നിങ്ങൾ അത് പാഴാക്കി. അവർ എപ്പോഴെങ്കിലും നിങ്ങളുടെ വേർത്ത് കാണുമെന്ന് കരുതി നിങ്ങൾ ക്ഷമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ എന്തുകൊണ്ട് അവർ കണ്ടില്ല? കാരണം പവറിന്റെ സൈക്കോളജി ഇതാണ്. സൗജന്യമായി കിട്ടുന്ന ഒന്നിനും വിലയുണ്ടാവില്ല. നിങ്ങൾ എളുപ്പത്തിൽ എല്ലാം കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഇഷ്ടം ആവശ്യമാണെന്ന് അവർ അനുമാനിക്കുന്നു. ആ നിമിഷം അവർ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നു. നന്ദിയില്ലാത്തവർ നിങ്ങളുടെ നന്മയെ ചൂഷണം ചെയ്യുന്നത് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്ന ഭയം അവർക്കില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ ക്ഷമിക്കുമെന്ന് അവർക്കറിയാം. നിങ്ങളുടെ കെയർ ഒരു പ്രിവിലേജ് ആണ്, അതാരുടെയും അവകാശമല്ല. അത് സ്ഥിരമായി ബഹുമാനം തന്ന് അർഹിക്കുന്നവർക്ക് മാത്രം നൽകുക. 2. വേദനയെ ശക്തിയാക്കി പവറാക്കുക. വേദനയാണ് ഏറ്റവും സത്യസന്ധനായ ഗുരു. അത് കള്ളം പറയില്ല, അത് നിങ്ങളുടെ ഈഗോയെ പുകഴ്ത്തില്ല. തകർന്നവരും ശക്തരായവരും തമ്മിലുള്ള വ്യത്യാസം അവർക്ക് കിട്ടിയ വേദനയുടെ അളവല്ല, അവരതിനെ എങ്ങനെ ഉപയോഗിച്ചു എന്നതാണ്. ദുർബലരായവർ എന്തിന് ഇതെനിക്ക് സംഭവിച്ചു എന്ന് ചോദിച്ച് വേദനയിൽ മുഴുകുന്നു. എന്നാൽ റൂത്ത്ലെസ് മൈൻഡുള്ളവർക്കറിയാം, വേദന ഒരു കറൻസിയാണെന്ന്. ഒന്നുകിൽ അത് നിങ്ങളെ തന്നെ നിർമ്മിക്കാൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ പരാതി പറഞ്ഞ് അത് പാഴാക്കാം. വേദന ഒരു ശിക്ഷയല്ല, അത് ഇൻഫർമേഷനാണ്. നിങ്ങളുടെ വീക്ക്നെസ് എവിടെയാണെന്ന് അത് കൃത്യമായി കാണിച്ചു തരും. ഏതൊരു ചതിയും നിങ്ങളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ ആരെയാണ് അമിതമായി വിശ്വസിച്ചത് എന്നാണ്. ഏതൊരു തിരസ്കരണവും കാണിക്കുന്നത് നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ വേർത്ത് വെച്ചത് എന്നാണ്. വേദനയെ ഒരു മുറിവായി കാണാതെ ഒരു ആയുധമായി കാണുക. നിങ്ങൾ വേദനയെ ഭയക്കുന്നത് നിർത്തുമ്പോൾ നിങ്ങൾ അൺപ്രെഡിക്റ്റബിൾ, പ്രവചനാതീതനാകുന്നു. ആൻഡ് അൺപ്രെഡിക്റ്റബിലിറ്റി ഈസ് പവർ. കമന്റ് ചെയ്യുക, എന്റെ വേദനയാണ് എന്റെ ശക്തി. 3. മറ്റുള്ളവർ എന്നെ മനസ്സിലാക്കണം എന്ന വാശി ഉപേക്ഷിക്കുക. മറ്റുള്ളവർ നിങ്ങളെ മനസ്സിലാക്കണം എന്ന ആഗ്രഹമാണ് ശക്തരായ ആളുകളെ പോലും തടസ്സപ്പെടുത്തുന്ന കെണി. നിങ്ങൾ വിശദീകരിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ നല്ല ഉദ്ദേശങ്ങൾ അവർ കാണുമെന്ന് പ്രതീക്ഷിക്കും. പക്ഷേ സത്യമിതാണ്, മിക്കവർക്കും നിങ്ങളെ മനസ്സിലാക്കേണ്ടതില്ല. അവർക്ക് നിങ്ങളെ ഒരു കാറ്റഗറിയിൽ പെടുത്തണം. അവർ കേൾക്കുന്നത് മനസ്സിലാക്കാനല്ല, നിങ്ങളുടെ വീക്ക്നെസ് കണ്ടെത്താനാണ്. നിങ്ങൾ എത്രത്തോളം വിശദീകരിക്കുന്നോ അത്രത്തോളം വിവരങ്ങൾ അവർക്ക് നിങ്ങൾക്കെതിരെ ഉപയോഗിക്കാൻ കിട്ടും. ഡാർക്ക് സൈക്കോളജിയിൽ മനസ്സിലാക്കുക എന്നാൽ കൺട്രോളാണ്. ശക്തരായ ആളുകൾ നിശബ്ദരായിരിക്കും. പവർ സ്വയം ന്യായീകരിക്കാറില്ല, അതവിടെ ഉണ്ടാവുകയേ ഉള്ളൂ. ആളുകൾ നിങ്ങളെ തെറ്റിദ്ധരിക്കട്ടെ, നിങ്ങൾ തണുപ്പനായി എന്നും അഹങ്കാരിയായി എന്നും അവർ കരുതട്ടെ. നിങ്ങൾ അവരെ തിരുത്താൻ ശ്രമിക്കാത്ത നിമിഷം കൺട്രോൾ നിങ്ങളുടെ കയ്യിലാകുന്നു. നിശബ്ദത ബലഹീനതയല്ല, അത് ആയുധമാക്കിയ ശാന്തതയാണ്. കമന്റ് ചെയ്യുക,
എന്റെ നിശബ്ദതയാണ് എന്റെ ശക്തി. 4. ഡിറ്റാച്ച് ആവുക. യാചിക്കരുത്. സ്നേഹത്തിനോ ശ്രദ്ധയ്ക്കോ ഒരു ക്ലോഷറിനോ വേണ്ടി യാചിക്കുന്നത് ശക്തരെ അടിമകളാക്കും. അകന്നു പോകുന്ന ഒന്നിനെ നിങ്ങൾ എത്രത്തോളം പിന്തുടരുന്നുവോ അത്രത്തോളം നിങ്ങൾ ചെറുതാകുന്നു. ഡിറ്റാച്ച്മെന്റ് എന്നാൽ സ്നേഹമില്ലായ്മയല്ല, അത് കൺട്രോളാണ്. നിങ്ങളുടെ ആത്മാഭിമാനത്തെ ഭീഷണിപ്പെടുത്തുന്ന എന്തിൽ നിന്നും ഇറങ്ങി നടക്കാനുള്ള കഴിവാണത്. ആളുകൾ ഡിറ്റാച്ച്മെന്റിനെ ലോയൽറ്റിയായി തെറ്റിദ്ധരിക്കും. പക്ഷേ ഡിറ്റാച്ച്മെന്റ് എന്നാൽ ഡിപ്പെൻഡൻസ് ആണ്. ഒരു മാനിപ്പുലേറ്ററിനെ ഭയപ്പെടുത്തുന്ന ഏറ്റവും വലിയ കാര്യം നിങ്ങളുടെ റിയാക്ഷൻ ഇല്ലാതാകുന്നതാണ്. അത് അവരുടെ പവർ ഇല്ലാതാക്കും. ശക്തരുടെ രഹസ്യായുധം ദേഷ്യമല്ല, അവഗണനയാണ്. വെറുപ്പിനേക്കാൾ തണുപ്പാണതിന്. ഒരിക്കൽ നിങ്ങളോട് പ്രതികരിച്ചിരുന്ന ഒരാളുടെ ഭാഗത്തു നിന്നുള്ള നിശബ്ദത ഏത് ബഹളത്തെക്കാളും ഉച്ചത്തിലുള്ളതാണ്. കമന്റ് ചെയ്യുക. ഞാൻ ആളുകളെയല്ല, സമാധാനമാണ് തിരഞ്ഞെടുക്കുന്നത്. 5. നിങ്ങളുടെ അതിരുകൾ, ബൗണ്ടറീസ് നിങ്ങളുടെ കവചമാണ്. നിങ്ങളുടെ ശക്തിയെയും അരാജകത്വത്തെയും വേർതിരിക്കുന്ന അദൃശ്യമായ മതിലുകളാണ് ബൗണ്ടറീസ്. നോ പറയുന്നത് സ്വാർത്ഥതയാണെന്ന് നിങ്ങളെ പഠിപ്പിച്ചു. പക്ഷേ സത്യം, ബൗണ്ടറീസ് ഇല്ലാത്തതാണ് ആത്മവഞ്ചന. ഓരോ തവണ നിങ്ങൾ അനാദരവ് സഹിക്കുമ്പോൾ, സമാധാനത്തിനു വേണ്ടി ആളുകളെ അതിരുകടക്കാൻ അനുവദിക്കുമ്പോൾ, നിങ്ങൾ ഒരു ഭാഗം അടിയറവ് വയ്ക്കുകയാണ്. ബൗണ്ടറീസ് ക്രൂരതയല്ല, അത് വ്യക്തതയാണ്. വ്യക്തത മാനിപ്പുലേറ്റർമാരെ ഭയപ്പെടുത്തുന്നു. നിങ്ങൾ കുറ്റബോധമില്ലാതെ നോ പറയുമ്പോൾ നിങ്ങൾ ഡൊമിനൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ബഹുമാനത്തിനു വേണ്ടി ശക്തർ തർക്കിക്കാറില്ല, അവരത് അകലം കൊണ്ട് കാണിക്കുന്നു. മക്യാവല്ലി പറഞ്ഞിട്ടുണ്ട്, വഞ്ചിക്കപ്പെടാൻ അനുവദിക്കുന്നവൻ വഞ്ചന അർഹിക്കുന്നു. നിങ്ങൾ സഹിക്കുന്നതനുസരിച്ചാണ് ആളുകൾ നിങ്ങളോട് പെരുമാറുന്നത്. കമന്റ് ചെയ്യുക. എന്റെ അതിരുകൾ എന്നെ സംരക്ഷിക്കുന്നു. 6. നിശബ്ദതയുടെ കല പഠിക്കുക. വാക്കുകൾക്ക് വിലയില്ലാതാകുമ്പോൾ ശക്തരുപയോഗിക്കുന്ന ആയുധമാണ് നിശബ്ദത. മിക്കവർക്കും നിശബ്ദതയെ പേടിയാണ്. കാരണം അവരുടെ കൺട്രോൾ ഇല്ലായ്മയെ അത് തുറന്നു കാണിക്കുന്നു. അവർ സംസാരിക്കുന്നത് വാലിഡേഷൻ കിട്ടാനാണ്. പക്ഷേ നിങ്ങൾ പറയുന്ന ഓരോ അനാവശ്യ വാക്കും മറ്റൊരാൾക്ക് നിങ്ങൾക്കെതിരെ ഉപയോഗിക്കാനുള്ള ആയുധമാണ്. നിശബ്ദത നിങ്ങളെ അൺറീഡബിൾ, അതായത് വായിക്കാൻ കഴിയാത്തതാക്കുന്നു. അതൊരു നിഗൂഢതയുടെ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ഡാർക്ക് സൈക്കോളജിയിൽ നിശബ്ദത ഒഴിഞ്ഞു മാറുന്നതല്ല, അതൊരു സ്ട്രാറ്റജിയാണ്. നിങ്ങൾ ഒന്നും പറയാതിരിക്കുമ്പോൾ മറ്റുള്ളവരെല്ലാം വെളിവാക്കുന്നു. ആരെങ്കിലും നിങ്ങളെ പ്രകോപിപ്പിച്ചാൽ, പ്രൊവോക്ക് ചെയ്താൽ ഒരു റിയാക്ഷനും നൽകാതിരിക്കുക. നിങ്ങളുടെ ശാന്തത അവരുടെ അക്ഷമയെ പുറത്തു കാണിക്കും. നിങ്ങളുടെ നിശബ്ദത ഏത് തർക്കത്തെക്കാളും ഉച്ചത്തിലുള്ളതാണ്. ആളുകൾ ബഹളത്തെയാണ് പ്രതീക്ഷിക്കുന്നത്, അവർ നിശ്ചലതയെ ഭയപ്പെടുന്നു. കമന്റ് ചെയ്യുക. എന്റെ നിശബ്ദത ഈ കെയോസിനെ കൺട്രോൾ ചെയ്യുന്നു. 7. പൂർണ്ണമായ വിശ്വസ്തത, ലോയൽറ്റി ഒരിക്കലും കാണിക്കരുത്. ലോയൽറ്റി ഒരു ആയുധമാകുന്നത് അത് സെലക്റ്റീവ് ആകുമ്പോഴാണ്. നിങ്ങളത് അന്ധമായി നൽകുന്ന നിമിഷം അത് നിങ്ങളുടെ കൂടാകുന്നു. മക്യാവല്ലി മുന്നറിയിപ്പ് നൽകി, മനുഷ്യർ നന്ദിയില്ലാത്തവരും ചഞ്ചല ചിത്തരും വഞ്ചകരുമാണ്. അതുകൊണ്ട് ശുദ്ധമായ ലോയൽറ്റി പ്രതീക്ഷിക്കുന്നത് ചതിയെ ക്ഷണിച്ചു വരുത്തലാണ്. ലോകം ചലിക്കുന്നത് നന്മ കൊണ്ടല്ല, സ്ട്രാറ്റജി കൊണ്ടാണ്. ലോയൽറ്റി ഒരു കണക്ക് കൂട്ടിയ പ്രവൃത്തിയായിരിക്കണം, വൈകാരികമാകരുത്. നിങ്ങളുടെ ലോയൽറ്റി ഒരു മാസ്ക് ആയിരിക്കണം, നിങ്ങളുടെ ഐഡന്റിറ്റി ആകരുത്. നിങ്ങൾക്ക് ഗുണമുള്ളപ്പോൾ അത് ധരിക്കുക, ബാധ്യതയാകുമ്പോൾ അത് മാറ്റുക. ഇത് ക്രൂരതയല്ല, ഇത് റിയലിസമാണ്. ആളുകൾക്ക് നിങ്ങൾ നിങ്ങളുടെ പക്ഷത്താണെന്ന് തോന്നട്ടെ, പക്ഷെ ഉള്ളിൽ നിങ്ങൾ സ്വതന്ത്രനായിരിക്കണം. സ്ട്രാറ്റജി ഇല്ലാത്ത ലോയൽറ്റി ആത്മവഞ്ചനയാണ്. 8. ആർത്തും തൊടാൻ കഴിയാത്തവനാകുക. ഇതാണ് ശക്തിയുടെ പരമമായ അവസ്ഥയെന്ന് പറയുന്നത്. ഈ അവസ്ഥയിൽ ഒരു അപമാനത്തിനും ചതിക്കും മാനിപ്പുലേഷനും നിങ്ങളുടെ കവചം തകർക്കാൻ കഴിയില്ല. അൺടച്ചബിൾ ആകാൻ നിങ്ങൾ സ്നേഹത്തിനും അംഗീകാരത്തിനും വാലിഡേഷനും വേണ്ടിയുള്ള ഓട്ടം നിർത്തണം. ലോകം നന്മയ്ക്കല്ല പ്രതിഫലം നൽകുന്നത്, അത് പവറിനെ ബഹുമാനിക്കുന്നു. നിങ്ങൾ മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് നിർത്തുമ്പോൾ നിങ്ങളുടെ എനർജി നിങ്ങൾ വീണ്ടെടുക്കുന്നു. ഡാർക്ക് സൈക്കോളജി പറയുന്നു, ആളുകൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാത്തതിനെ അവർ ഭയപ്പെടുന്നു. നിങ്ങൾ റിയാക്ഷനുകളിൽ നിന്നും മനസ്സിലാക്കപ്പെടണം എന്ന ആഗ്രഹത്തിൽ നിന്നും ഡിറ്റാച്ച് ആകുമ്പോൾ നിങ്ങളെ ആർക്കും വായിക്കാൻ കഴിയില്ല. നിങ്ങളുടെ കോപം അളന്നുമുറിച്ചതായിരിക്കും. ഭയം അപ്രസക്തമാകും. ആഗ്രഹങ്ങൾ അച്ചടക്കതിലമാകും. ഇതാണ് സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ നല്ലത് ഭയപ്പെടുന്നതെന്നതിന്റെ അർത്ഥം. ഈ ഭയം ഭീകരതയല്ല,
അത് നിങ്ങളുടെ പ്രസൻസ് ആണ്, നിങ്ങളെ പരീക്ഷിക്കാനുള്ള ചെലവുണ്ടെന്ന് തിരിച്ചറിവാണ്. കമന്റ് ചെയ്യുക, ഒന്നിനും എന്നെ തകർക്കാൻ കഴിയില്ല. അവസാന വാക്ക്, ദ ഫൈനൽ ട്രാൻസ്ഫോർമേഷൻ. ലോകം നിങ്ങളെ തകർക്കാൻ ശ്രമിക്കും, അത് നിങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കും, നിങ്ങളുടെ വിശ്വാസത്തെ ചതിക്കും, നിങ്ങളുടെ നന്മയെ ശിക്ഷിക്കും. വളരെ കാലം മറ്റുള്ളവർ നിങ്ങളുടെ സമാധാനം തീരുമാനിക്കാൻ അനുവദിച്ചു. അർഹതയില്ലാത്തവർക്ക് നിങ്ങളുടെ എനർജി നൽകി. പക്ഷേ അത് ഇന്നത്തോടെ അവസാനിക്കുന്നു. ആർക്കും മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയാത്ത, ആർക്കും ചൂഷണം ചെയ്യാൻ കഴിയാത്ത, ആർക്കും തൊടാൻ കഴിയാത്ത ഒരാളാകാനുള്ള ബ്ലൂ പ്രിന്റ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട്. ഈ 8 പാഠങ്ങളും നിങ്ങൾ പഠിച്ചു. ഇനി മുന്നോട്ടുള്ള വഴി എളുപ്പമാകില്ല. പക്ഷെ ഇനി ഓരോ പരീക്ഷണവും നിങ്ങൾക്കൊരു ഉപകരണമാണ്, ഓരോ ചതിയും ഒരു പാഠമാണ്. ഇതാണ് നിങ്ങളുടെ വേർഷൻ 2. ലോകത്തിന് വളയ്ക്കാൻ കഴിയാത്ത, തകർക്കാൻ കഴിയാത്ത നിങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്കൊരു പുതിയ ഉൾക്കാഴ്ച നൽകിയെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിന് ഇത് ഷെയർ ചെയ്യുക. കൂടുതൽ പവർഫുള്ളായ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.